പ്ലാസ്റ്റിക് കുപ്പികളിൽ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ കൂട്ടി. ബോട്ടിൽ തിരിച്ചേൽപ്പിക്കുമ്പോൾ പണം തിരികെ ലഭിക്കുന്ന രീതിയിലാണ് പരിഷ്കാരം. എന്നാൽ പരിഷ്കാരത്തോട് വിയോജിക്കുകയാണ് ഭൂരിപക്ഷം ഉപഭോക്താക്കളും. ജീവനക്കാരും പരിഷ്കാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന നിലപാടിലാണ്. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് മരവിപ്പിച്ച നടപടി ഹൈക്കോടതി നീട്ടി. തിങ്കളാഴ്ച വരെയാണ് നടപടി നീട്ടിയത്. കോഴിക്കോട് വെള്ളയിൽ 40-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ശനിയാഴ്ച മരിച്ച തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മൃതദേഹമാണ് വീണ്ടും ഖബർ തുറക്കുന്നത്. മദ്യപിച്ച് രാത്രി അവശനായി എത്തിയ അഷീമിന് രാവിലെയും ബോധം തെളിയാതെ വന്നതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മരണത്തിൽ കുടുംബത്തിന് സംശയം തോന്നിയ സാഹചര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കാന്താര 2-ന് കേരളത്തിൽ വിലക്കേർപ്പെടുത്തി ഫിയോക്. കൂടുതൽ തിയേറ്റർ വിഹിതം ആവശ്യപ്പെട്ടതിനാൽ ചിത്രം പ്രദർശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകൾ. കളക്ഷൻ തുകയുടെ 55% 2 ആഴ്ചത്തേക്ക് വേണമെന്ന വിതരണക്കാരുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ തിയേറ്റർ ഉടമകൾ. കേരളത്തിൽ ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷനും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്ന്. ഖത്തർ ആക്രമണത്തിൽ കൈ കഴുകി അമേരിക്ക. ആക്രമണ വിവരം ഖത്തറിനെ അറിയിക്കണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം അറിയിച്ചിരുന്നില്ലെന്ന് ഖത്തർ. ആക്രമണത്തെ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി. ജൻസി പ്രക്ഷോഭം തുടർന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം. ചർച്ചകൾക്ക് ഇരുവിഭാഗവും തയ്യാറാകണം. പ്രതികരിക്കാതെ പ്രക്ഷോഭകാരികൾ. കലാപത്തെ ഇന്ത്യ അപലപിച്ചു. സ്ഥിതികൾ വിലയിരുത്തി മന്ത്രിസഭാ സമിതി. അധിക പിഴ തീരുവ വിഷയത്തിൽ അമേരിക്ക അയയുന്നു. ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്ക അടുത്ത സുഹൃത്ത്. ട്രംപുമായി സംസാരിക്കുമെന്നും നരേന്ദ്രമോദി.